കേരള ക്രിക്കറ്റിൽ വരാനിരിക്കുന്ന സീസൺ മുതൽ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നിരവധി തവണ രക്ഷകനാവാറുള്ള ജലജ് സക്സേന ഇനിയുണ്ടാവില്ല. നമുക്കറിയാം, കേരള ക്രിക്കറ്റിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ പലതവണ രക്ഷകവേഷം കെട്ടിയ അതിഥി താരമാണ് ജലജ് സക്സേന. വ്യക്തിപരമായ കാരണങ്ങളാൽ ടീം വിടുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജലജ്. അദ്ദേഹം ഇത് ഔദ്യോഗികമായി കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനും കുടുംബത്തോടും ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും വേണ്ടിയിട്ടാണ് രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് 38 വയസ്സുകാരനായ ജലജ് സക്സേന കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിട്ടുള്ളത്. ഇതോടെ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധികായനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിരവധി അതിഥി താരങ്ങൾ മുൻകാലങ്ങളിലും സമീപകാലങ്ങളിലുമെല്ലാം കേരളത്തിനായി പാഡ് കെട്ടിയിട്ടുണ്ടെങ്കിലും ജലജിനോളം തിളങ്ങിയ വേറാരും ഇല്ല എന്ന് തന്നെ പറയാം. എൻഡ് ഓഫ് എൻ എറ എന്ന് ജലജിന്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശരിയായ ഒരു പ്രയോഗം തന്നെയാണ്. മധ്യപ്രദേശ് താരമായ ജലജ് സക്സേന 2016 കേരള ടീമിന്റെ ഭാഗമായത്. 2005-06 സീസണിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ജലജ് സക്സേന. 2016 വരെ അദ്ദേഹം മധ്യപ്രദേശിന് വേണ്ടിയാണ് കളിച്ചത്. തുടർന്നാണ് തട്ടകം കേരളത്തിലേക്ക് മാറ്റിയത്. കേരളത്തിനായി കളിച്ച 59 മത്സരങ്ങളിൽ നിന്നും 3 സെഞ്ചുറിയും 10 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 2215 റൺസും 269 വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 21 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. കഴിഞ്ഞ സീസണിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിച്ചപ്പോൾ ജലജിന്റെ പ്രകടനം നിർണായകമായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 150 മത്സരങ്ങളിൽ നിന്നും 7060 റൺസ് നേടിയിട്ടുണ്ട് ജലജ് സക്സേന. 484 വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ എണ്ണം പറഞ്ഞ ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിൽ ജലജും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, സമീപ വർഷങ്ങളിൽ കേരളം ആഭ്യന്തര ക്രിക്കറ്റിൽ കൈവരിച്ച നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ സുപ്രധാന പങ്കാണ് ജലജ് സക്സേന വഹിച്ചത്. കഴിഞ്ഞ 2024-25 സീസൺ രഞ്ജി ട്രോഫിയിലും കേരളത്തിന് വേണ്ടി അദ്ദേഹം കിടിലൻ ഫോമിലായിരുന്നു. രഞ്ജി ട്രോഫിയിൽ 400 വിക്കറ്റ് ക്ലബിലെത്തുന്ന 13ാമത്തെ താരമാണ് അദ്ദേഹം. അതിനൊപ്പം രഞ്ജി ട്രോഫിയിൽ 400 വിക്കറ്റുകളും 6000-ലേറെ റൺസും നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരമായാണ് ജലജ് സക്സേന കഴിഞ്ഞ സീസണിൽ മാറിയത്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇതിഹാസ താരമായ ജലജ് സക്സേന ആഭ്യന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിലുമായി 9000 റൺസും 400 വിക്കറ്റുകളും നേടുന്ന 4ാമത്തെ താരമെന്ന നേട്ടവും കഴിഞ്ഞ വർഷങ്ങളിൽ സ്വന്തമാക്കിയിരുന്നു. വിനു മങ്കത്, മദൻ ലാൽ, പർവേസ് റസൂൽ എന്നിവർ മാത്രമാണ് ഈ നേട്ടത്തിൽ എത്തിയ മറ്റ് കളിക്കാർ. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണെങ്കിലും ഇതുവരെ ദേശീയ ടീമിൽ കളിക്കാനുള്ള ഭാഗ്യം ജലജ് സക്സേനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു നിർഭാഗ്യകരമായ കാര്യം. IPL-ലും വിവിധ ടീമുകളുടെ ഭാഗമായിരുന്നെങ്കിലും ആകെ ഒരു കളിയിൽ മാത്രമാണ് അദ്ദേഹത്തിന് IPL-ൽ പോലും പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചത്. മുംബൈ ഇന്ത്യൻസ്, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്കൊപ്പമായിരുന്നു അദ്ദേഹം IPL-ന്റെ ഭാഗമായത്. മുമ്പ് 2021-ൽ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നെങ്കിലും അവസാന നിമിഷം തഴയപ്പെടുകയായിരുന്നു ജലജ് സക്സേന. മുമ്പൊരിക്കൽ കേരള ടീമിലേക്ക് എത്തിയതിൻ്റെ ചരിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഒരു അഭിമുഖത്തിൽ. 2015-16 സീസണിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ മുൻ പേസ് ബോളറായ ടിനു യോഹന്നാൻ കേരള ബോളിംഗ് പരിശീലകനായി ചുമതലയേൽക്കുന്ന സമയത്ത് മുഖ്യ പരിശീലകൻ P. ബാലചന്ദ്രനായിരുന്നു. അദ്ദേഹമായിരുന്നു മുഖ്യ പരിശീലകൻ. ആ സമയത്ത് ടീം ഒരു ഓപ്പണറെ തേടുന്ന സമയമായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ KCA പ്രസിഡന്റ് TC മാത്യു ടിനു യോഹന്നാൻ്റെ ഫോണിലേക്ക് ഒരു നമ്പർ അയച്ചു കൊടുക്കുന്നത്. ആ നമ്പറിൽ പേരുണ്ടായിരുന്നത് വിനീത് സക്സേന എന്ന താരത്തിൻ്റെ പേരായിരുന്നു. വിനീത് സക്സേന രാജസ്ഥാൻ്റെ ഓപ്പണറായിരുന്നു ആ സമയത്ത്. ടിനു അടുത്ത ദിവസം തന്നെ ആ നമ്പറിൽ വിളിച്ചു. പക്ഷേ ഡയൽ പോയത് മധ്യപ്രദേശ് താരമായ ജലജ് സക്സേനക്കായിരുന്നു. സക്സേന എന്ന പേര് കണ്ടതുകൊണ്ടായിരിക്കാം ടിനു യോഹന്നാൻ ഡയൽ ചെയ്തത് ജലജ് സക്സേനക്കായിരുന്നു. ഇരുവരും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പുറത്തു നിന്നും ജലജ് സക്സേന സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഫോൺ നമ്പർ മാറിയ കാര്യം, അബദ്ധം പറ്റിയ കാര്യം ടിനുവിന് മനസ്സിലാവുന്നത്. എങ്കിലും ടിനു യോഹന്നാൻ ജലജ് ഈ ടീമിലേക്ക്, കേരള ടീമിലേക്ക് വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തതിനാൽ തന്നെ ഈ ഒരു അബദ്ധം പറ്റിയ കാര്യവും ഞങ്ങളൊരു താരത്തെ തേടുന്നുണ്ടെന്നും വരാൻ താല്പര്യമുണ്ടോ എന്നും ഫോർമാലിറ്റിക്ക് അങ്ങ് ചോദിച്ചു വെക്കുന്നു. അന്ന് ജലജ് ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു. സ്വാഭാവികമായും മധ്യപ്രദേശ് വിട്ട് ഞാൻ എവിടേക്കും ഇല്ല എന്ന് ജലജ് അന്ന് ടിനുവിനോട് പറഞ്ഞു വെക്കുന്നു. ആ സംഭാഷണം അങ്ങനെ അവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചക്കകം ജലജ് വീണ്ടും ടിനുവിനെ വിളിച്ച് ചോദിക്കുന്നു, ബായ്, ആ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഉണ്ട് എന്നായിരുന്നു ടിനുവിൻ്റെ മറുപടി. ജലജ് ആഘോഷത്തോടെ അങ്ങനെ കേരള ടീമിലേക്ക് എത്തുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ആ സീസണിൽ കേരളത്തിന് ആവശ്യമായതുപോലെ ജലജ് അന്ന് ആ സീസണിൽ ഓപ്പണറായും ഇറങ്ങുകയുണ്ടായി. വെറും ഓപ്പണറെ തേടിയ ടിനുവിനും കേരള ടീമിനും അന്ന് ലഭിച്ചത് 10 മാറ്റു മേന്മയുള്ള ഒരു ഓൾറൗണ്ടറായിരുന്നു. പന്തെറിയും, വിക്കറ്റ് എടുക്കും, ബാറ്റ് ചെയ്യും, റൺസ് എടുക്കും.
കഴിഞ്ഞ സീസണിൽ മാത്രം 1599 പന്തുകളാണ് ജലജ് സക്സേന എറിഞ്ഞത്. 38 വിക്കറ്റുകളും നേടുകയുണ്ടായി. 692 പന്തുകൾ അദ്ദേഹം നേരിട്ടു. 338 റൺസ് കഴിഞ്ഞ സീസണിൽ മാത്രം നേടുകയും ചെയ്തു. തീർച്ചയായും ജലജ് അടുത്ത സീസണിൽ കേരളത്തിനൊപ്പമില്ല എന്ന് പറയുമ്പോൾ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ജലജ്, വി വിൽ മിസ് യു.